ഹലോ എവറി വൺ, വെൽക്കം ബാക്ക്. ഞാൻ ജീവനോട് തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് 1 മന്തായി ഓൾമോസ്റ്റ് അല്ല 1 മന്തായി വീഡിയോസ് ഇട്ടിട്ട്. സംഭവം വേറെ ഒന്നല്ല, എക്സാം, വീട്ടിലെ ഫംഗ്ഷൻ, അങ്ങനെ ഓരോ തിരക്കിലായിരുന്നു. സോ ഇത് കുറേ ദിവസത്തെ എന്തൊക്കെ വീഡിയോ ക്ലിപ്സ് കൂട്ടി ഞാൻ ഒരു വീഡിയോ ആക്കിയിടുകയാണ്. ഇത് എന്നോടുത്ത വീഡിയോസാണ്. നമ്മൾ കോട്ടക്കൽ ഒരു ആവശ്യത്തിന് പോയിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ബാങ്കിൽ എത്തി കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴാണ് ഈ നശ്വർ ട്യൂഷൻക്ക് പോകുന്നത് കണ്ടത്. അങ്ങനെ ഓളെയും വീഡിയോ എടുത്തു. സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ നെസ്റ്റോന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് എന്നൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചതിന് എൻ്റെ ഉമ്മയാണെങ്കിൽ എൻ്റെ ഇട്ട് കളിയാക്കുക. സോ ഞാൻ ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടി വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കണ്ടപ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ സ്പീഡപ്പ് ചെയ്തു. ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ട്, ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ആവശ്യമുള്ളത് മാത്രം. മെയിനായിട്ട് ഇത് വാങ്ങാനാണ് നെസ്റ്റോയിൽ കയറിയത്. പിന്നെ കുറേ സാധനങ്ങൾ അങ്ങനെ വാങ്ങി. ഇത് കാണിക്കാനാണ് ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് കാണിച്ചത്. എനിക്കറിയില്ല എന്തിനാണ്. പിന്നെ പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ. എൻ്റെ വീട്ടിലതില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങും. നല്ല മധുരമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തോ. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗുലാബ് ജാമും ഇഷ്ടമാണ്. പൊതുവേ ഞാൻ അങ്ങനെ മധുരം കഴിക്കാത്ത ടൈപ്പാണ്, പക്ഷേ ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വേറെ ഏതോ ഒരു ദിവസമാണ്. എനിക്ക് പല്ലിന് കമ്പിട്ടിക്കണ്, കണ്ടപ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് മുറുക്കാനും പല്ലൊക്കെ പറിച്ചൊന്ന് സെറ്റാക്കാനും അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങി. പിന്നെ മാൻഡറ്ററി ആണല്ലോ, അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയത് കുറേ ദിവസം ഞാൻ അങ്ങനെ അവിടെ നിൽക്കും. ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. അതേപോലെ ഈ മുട്ടായി കുറേ കാലമായിട്ട് ഫ്രിഡ്ജിൽ കിടക്കുന്നതാണ്. ഞാൻ അതുവരെ തിന്നിട്ടില്ല, ഞാൻ തിന്നൂല്ല, അതാണ് സത്യം. പിന്നെ ബിസ്മിയിൽ എന്തൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, കുറേ ലേസൊക്കെ. അപ്പോൾ അത് ഞാൻ അന്ന് ഈവനിങ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വാങ്ങിയതിനു. എന്തോ ഞാൻ അധികമൊന്നും കഴിച്ചിട്ടില്ല, ബാക്കി ഞാൻ സ്കൂളിൽ തന്നെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് എപ്പോൾ എൻ്റെ നഖം വെട്ടി തരാൻ എൻ്റെ ഉമ്മ തന്നെ വേണം. എനിക്കിത് സ്വന്തമായിട്ട് കട്ട് ചെയ്യാനുള്ള ഇതില്ല ഇതുവരെയായിട്ട്. ഞാൻ ഇതുവരെ ചെയ്തൊക്കെ കൊളാവലാണ്, അതുകൊണ്ട് ഇതിന് എനിക്കും തന്നെ വേണം. പിന്നെ നമ്മൾ പ്ലം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ, ചിലത് ഭയങ്കര പുളികരം. പിന്നെ ഇതിൻ്റെ വീട്ടിലുണ്ടായതാണ്. ഇതിൻ്റെ ഉമ്മ ഒന്ന് വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞ് കാണിച്ചെന്ന് കേട്ടോ മോളേക്ക്. പിന്നെ ഇത് വേറെ ഏതോ ഒരു ദിവസം എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞു ഓഗസ്റ്റ് 24-ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഉമ്മയും കൂടെ പോയതാണ്. ഒരു കടയിൽ കയറി, ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങി. പിന്നെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോപ്പിലാണിത്. പിന്നെ ഓറഞ്ചാണ് നമ്മളെ കോഡ് പറഞ്ഞത്. അപ്പോൾ കളർ സെയിം ആക്കിയാൽ മതി അങ്ങനെ വിചാരിച്ചതാണ്. സോ കളർ ഓറഞ്ചാണ്. ഉമ്മക്ക് ഓറഞ്ച് ചുരിദാർ, എനിക്ക് ഓറഞ്ച് എന്തെങ്കിലും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പലതും നോക്കി. ഫസ്റ്റ് ചുരിദാർ നോക്കി, കാരണം ഞാൻ ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ട് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ചുരിദാർ മാത്രമേ ഞാൻ അധികം ഇട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുത്താൽ വെറുതെ കിടക്കും എന്നുള്ളതുകൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് ഞാൻ അനാർക്കലിയാണ് എടുത്തത്. എനിക്ക് പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ മാക്സിമം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വേണം, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് തീരെ പറ്റിയിട്ടില്ല. പിന്നെ ഇത് അന്ന് എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിയതാണ്. എനിക്ക് SPCൻ്റെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ യൂണിഫോമിലായിരുന്നു. ആൻഡ് കുറേ വേറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ കുറേ കളറിലുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ നമുക്ക് ഓറഞ്ചിനെ വേണമല്ലോ. ലാസ്റ്റ് ഈ അനാർക്കലിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര സിമ്പിളായിരുന്നു. എനിക്കാണെങ്കിൽ സിമ്പിളേ പറ്റുള്ളൂ. എനിക്ക് വീണ്ടും ഇടണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. എനിക്ക് ഈ ഹെവി വർക്കുള്ളതൊക്കെ തീരെ ഇഷ്ടമല്ലാത്തൊരു ഇതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കണ്ടേ, എനിക്കാണെങ്കിൽ കുറേ നേരം ഇരിക്കണേ ചടപ്പാണ്. എനിക്ക് വേഗം വീട്ടിൽ പോകണം. പിന്നെ ഞാൻ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, സെറ്റ് സാരി, സ്കൂളിലും ട്യൂഷനിലൊക്കെ ഓണപരിപാടിക്ക് ഇടാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരാഗ് പോയി കണ്ട് ഉമ്മാക്കുള്ള ക്ലോത്ത് എടുത്തു. ചുരിദാറിന് ഉമ്മാക്ക് അവിടുത്തെ ചുരിദാറൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ക്ലോത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ക്ലോത്ത് എടുത്തു. പിന്നെ അതിന് കൈയിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കാനുള്ള ലേസൊക്കെ എടുത്തു. പിന്നെ ഉമ്മാക്കുള്ള ഷോൾ എടുത്തു. അതിൽ ഞാൻ അവിടെ കുറേ ഷോൾ കണ്ടു. ഇങ്ങനെ കുറേ ഷോളുകളൊക്കെ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ ഇതെന്തോ അത്ര രസമില്ല, കാരണം ഒക്കെ ഒരേ ഷെയ്ഡിൽ വരുന്ന പോലെ, ഒക്കെ സെയിം ആയിരുന്നു. പിന്നെ അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അവിടെ അല്ല, കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു ഉമ്മച്ചി എപ്പോഴും കൊടുക്കണ ഒരു കാക്കുണ്ട്, അവിടെ കൊടുത്തു. പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വന്നു. എനിക്ക് കൊടുത്തു, ഉമ്മച്ചി കൊടുത്തു, ഉമ്മ കൊടുത്തു. പിന്നെ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പൂതിയാണ്, പക്ഷെ ഉമ്മച്ചി വാങ്ങി തന്നില്ല. ഒരു ക്യൂബ് വാങ്ങി തന്നു. പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു നടന്ന് ഒരു ഓടണ ഒരു വർക്കായി കണ്ടുള്ളൊരു ട്രാക്ടർ കണ്ടു. അതിൻ്റെ സന്തോഷം എനിക്ക്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടുന്ന് ഞാൻ കേക്ക് കഴിച്ചു. എൻ്റെ ഇതിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ടാണെങ്കിൽ എനിക്ക് കടിക്കാനും പറ്റണില്ല. ഞാൻ തലേ ദിവസമാണല്ലോ പല്ല് ഡോക്ടറെ കാട്ടി വന്നത്. പിന്നെ ചിക്കൻ റാപ്പും ഫ്രൈസും കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് കേട്ടോ.
പിന്നെ അത് വേറൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് പോവാണ്. അതിലാണെങ്കിൽ ഞങ്ങളെല്ലാവരും നല്ല സുന്ദരികളായി നടന്നതും മഴ കണ്ട് പെയ്തു. അതിൽ ഞങ്ങളൊക്കെ ഓടടാ ഓട്ടം. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞു. അതൊരു മിൻറ്റിൻ്റെ എന്തോ ആയിരുന്നു, അതുകൊണ്ടാണ് അധികം ആൾക്കാർക്കും പറ്റാഞ്ഞത്. പക്ഷേ എനിക്ക് മിൻറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അതിന് വേറെന്തൊരു ചുവയുള്ള പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആൻഡ് ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആദിത്യ വന്നു. ഇത് ഇവളെ ഏട്ടൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആദിത്യ. ആൻഡ് ഓൾ നല്ല രസമുള്ളൊരു പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട്, എന്താ പറയുക, ധാവണി അങ്ങനെ എന്തോ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവർ മൈൻഡാക്കില്ല, കുറച്ച് ആടണമല്ലോ. ആൻഡ് പിന്നെയാണ് ചിക്കനുള്ള തല്ലവിടെ നടന്നത്. ചിക്കനുള്ള തല്ലായിരുന്നു. ആകെ 2 ചിക്കനും ഞങ്ങൾ 10-15 ആൾക്കാരും. പിന്നെ ആ ചിക്കൻ ഇട്ടുതരുന്ന കാക്ക വന്ന് ചിക്കൻ ഇട്ടെന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗോഷ്ടി കാണിക്കലേനി ഇതൊക്കെ. പിന്നെ അപ്പോഴും നശ്വ വലിയ കൈയിട്ട് വരില്ലേ, നശ്വ ചിക്കന് തല്ലി. പിന്നെ ഉണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ 2 ആൾക്കാർ അവിടെ നല്ല സമാധാനത്തിൽ ആദ്യമേ ചിക്കനൊക്കെ കയ്യിലാക്കി നല്ല സുഖത്തിൽ 2 ആൾ ഇരുന്ന് തിന്നണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റേജിൻ്റെ ഭാഗത്ത് പോയി. അപ്പോഴത്തേന് ഓള് ഡ്രസ്സൊക്കെ മാറി. ഓല് കസിൻസൊക്കെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിന്, നല്ല രസമുണ്ടായിന് കാണാൻ. ഓളെല്ലാ ഡ്രസ്സ് ഇട്ടാലും കാണാൻ നല്ല രസമാണ്. എന്താ ചെയ്യുക, നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല ചൊറുക്കുണ്ട് എന്നൊക്കെ, പക്ഷെ നല്ലൊരു രസമാട്ടോ. പിന്നെ ഈ മൊയന്താളെ കുറച്ച് മൊയന്തത്തരാണ് കാണുന്നത്. ഇതിന് മെയിൻ മൊയന്ത് എന്ന് പറയുന്നത് ഷംനൻ്റെ പൊട്ടത്തരമാണ് ഈ മാക്സിമം ഇതിൽ കാണാൻ പറ്റുക. പിന്നെ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൈറ്റുള്ള ആളും ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളും. അപ്പോൾ 2 ആൾ കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ടായിന്. അത് കഴിഞ്ഞ് ഇസത്തിൻ്റെ കുറച്ച് ക്യൂട്ട്നെസ്, നമ്മൾ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇസത്തിനാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് മതിയാവണില്ല. പിന്നെ അത് നമ്മൾ നടന്നു വരുന്ന വൈക്കെടുത്തതാണ്. ഇത് സംഭവം വേറെ ഒന്നുമില്ല, 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹിന്ദിത്തെ അത് പഠിച്ച് ഞങ്ങൾക്ക് 2 പിരാന്തായതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഒരു ഹിന്ദിക്കാരെ ഉണ്ട് പുറത്ത് വരാണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കണ്ടത്. ആൻഡ് കുറച്ച് നേരം ഷംനൻ്റെ കൂടെ നിന്ന് കണ്ട് ഞാനും തിത്തനി ഇറങ്ങി. പിന്നീടായിരുന്നു എക്സാമിൻ്റെ ആരംഭം. അങ്ങനെ വീട്ടിലെത്തി പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.